ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നെയ്പായസമാണ്. നമ്മുടെ അമ്പലങ്ങളിൽ കിട്ടുന്ന നെയ്പായസം ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലും ഉരുളിയിലൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് കിട്ടും. നെയ്പായസം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കലരിയാണ്. ഇതാണ് അമ്പലങ്ങളിലൊക്കെ യൂസ് ചെയ്യണ ഒരു അരി. ഇതെങ്ങനെ ഉണ്ടാവും, ലൈറ്റായിട്ട് ഒരു റെഡ് കളറായിട്ട് ഉണ്ടാവും. ഇതന്നെയാണ് പാൽപ്പായസത്തിനൊക്കെ എടുക്കാറ്. പാൽപ്പായസത്തിന്, ഇടിച്ചു പിഴിഞ്ഞ പായസത്തിനൊക്കെ ഈ അരി തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറായി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. കുതിർക്കാതെ നമുക്ക് ചെയ്യാം, പക്ഷേ വിസിലിൻ്റെ എണ്ണം കൂട്ടണമെന്ന് മാത്രം. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഉണക്കലരി കിട്ടാൻ ഒരു വഴിയില്ലെങ്കിൽ നോർമലായിട്ടുള്ള പച്ചരി എടുത്ത് ചെയ്യാം. അപ്പോൾ ഉണക്കലരി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ നെയ്പായസത്തിന്. ഇത് ഞാൻ നല്ല വെള്ളം തന്നെയാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടെ തന്നെ ഇടണം. അടച്ചു വയ്ക്കാം. ഒരു 5 വിസിൽ വരെ നമുക്ക് വെച്ച് നോക്കാം. എത്രത്തോളം ഇത് നന്നായിട്ട് വേവണോ അത്രയും നന്നായിരിക്കും നെയ്പായസം. പ്രഷർ പോയിട്ടുണ്ട്. തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ? ഞാനൊരു കടായിലേക്ക് വേവിച്ച ചോറ് ചേർത്തിട്ടുണ്ട്. കുക്കറിൽ തന്നെ എല്ലാം ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് മാറ്റിയത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം. എന്തിനാണ് നമ്മൾ മാഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും ശർക്കരയും ഒന്നിച്ച് കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. അങ്ങനെയാണ് നെയ്പായസം ഉണ്ടാവുക. അല്ലെങ്കിൽ വേർപെട്ട് നിന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. മാത്രമല്ല നമ്മൾ ശർക്കര ചേർക്കണ സമയത്ത് ഒന്നും കൂടെ അരി സ്റ്റിഫാവും. ഞാൻ സ്റ്റൗവൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഒരുപാട് പേസ്റ്റ് പോലെയും ആവരുത്. ഇത് മതിയാവും, കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ച ശർക്കര ചേർക്കാം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. എപ്പോഴും അരി എടുക്കണതിൻ്റെ 2 പങ്ക് ശർക്കര എടുത്താലാണ് എപ്പോഴും നന്നായിരിക്കുക. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ മാത്രമേ അമ്പലങ്ങളിൽ നിന്നുള്ള നെയ്പായസം കഴിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. പിന്നെ വീട്ടിൽ പൂജയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പ്രസാദമായിട്ട് നേദിക്കാം. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കൊഴുത്ത് വരണം. നമ്മുടെ ചാനലിൽ പിന്നെ കരിപ്പട്ടി കൊണ്ടുള്ള ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള പച്ചരിയിലാണ് ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. കരിപ്പട്ടി ശർക്കരയെക്കാട്ടിലും ഹെൽത്തിന് ഗുണം കൊടുക്കണതാണ്. ഇതിലേക്ക് കുറച്ച് ഏലക്ക ഇടുകയാണ്. തൊണ്ടോടുകൂടെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അമ്പലത്തിൽ കിട്ടാറ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കി കാണിക്കണത്. ഇനിയാണ് നെയ്പായസത്തിൻ്റെ റിയൽ ടേസ്റ്റ്, അതായത് നെയ്യ്. അതിട്ട് കൊടുക്കുക. ഒരു 2-3 സ്പൂൺ ഇടാം. നെയ്പായസം എന്ന് പറയുമ്പോൾ നെയ്യില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടാവണം. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ലൊരു ടെക്സ്ചറായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കാവും. ഞങ്ങളുടെ അമ്പലത്തിൽ കിട്ടുന്ന നെയ്പായസത്തിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങയൊന്നും ഇടാതെയാണ് കിട്ടാറ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണ സമയത്ത് അതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം.
അപ്പോൾ എല്ലാവരും ഈ ഒരു നെയ്പായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.